ഇടുക്കി തൊടുപുഴ കുമാരമംഗലത്ത് വോട്ട് ചോദിക്കുന്നത് അത്ര എളുപ്പമുള്ള ജോലിയല്ല. നാടിന് വേണ്ടി എന്തൊക്കെ ചെയ്തു, ഇനി എന്തൊക്കെ ചെയ്യും എന്നെല്ലാം സ്ഥാനാർത്ഥികളോട് വോട്ടർമാർ നേരിട്ട് ചോദിക്കും. നമ്മൾ അയൽക്കാർ എന്ന റെസിഡന്റ് അസോസിയേഷനാണ് ഈ വ്യത്യസ്തമായ പരിപാടിക്ക് നേതൃത്വം നൽകിയത്. ഇടുക്കി കുമാരമംഗലം പഞ്ചായത്ത് 12-ാം വാർഡിൽ മത്സരിക്കുന്ന 4 സ്ഥാനാർത്ഥികളും ഇവിടെ വോട്ട് ചോദിക്കാൻ വന്നതാണ്. LDF സ്ഥാനാർത്ഥി ഉല്ലാസ് കരുണാകരൻ, UDF സ്ഥാനാർത്ഥി ആനന്ദ് ശശി, NDA സ്ഥാനാർത്ഥി TA ഓമനക്കുട്ടൻ, സ്വതന്ത്ര സ്ഥാനാർത്ഥി ശ്യാംകുമാർ KK. എന്തുകൊണ്ട് ഇവർ മത്സര രംഗത്ത് എന്നത് വോട്ടർമാരോട് വ്യക്തമാക്കണം. 12-ാം വാർഡിലെ വോട്ടർമാർക്ക് മുൻപിൽ സ്ഥാനാർത്ഥികൾ വിഭാവനം ചെയ്യുന്ന പരിപാടികൾ വിശദീകരിക്കും. രാഷ്ട്രീയ നിലപാടുകൾ പറയും. വാർഡിലെ വിവിധ വിഷയങ്ങളിൽ പരിഹാരം എന്ത് എന്നതും സ്ഥാനാർത്ഥികൾ വിശദീകരിക്കണം. നമുക്ക് സ്ഥിരം പ്രശ്നമായിട്ട് അവിടെ ഒരു പട്ടിയുണ്ട്. അത് ആരോടെങ്കിലും ഇതിനെപ്പറ്റി കംപ്ലൈൻറ്റ് ചെയ്താൽ പറയുന്നത് അവരുടെ പട്ടിയല്ല എന്ന് അവർ പറയുന്നത്. വീട്ടുകാരെ മോശമാക്കാൻ പറയുന്നതല്ല, പക്ഷെ നമുക്കതുകൊണ്ട് ഒരു 2 വീലറൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ പട്ടി നമ്മുടെ പുറകെ എത്തും. വാർഡിലെ പ്രധാന റോഡുകളുടെ ശോചനീയാവസ്ഥ മുതൽ തെരുവുനായ ശല്യം തുടങ്ങിയ പ്രശ്നങ്ങളും ചർച്ചയായി. വെറ്റിനറി ഡോക്ടറെ കണ്ട് എൻ്റെ ഞാനും ഡോക്ടറും കൂടെ ഒന്നിച്ച് ജോലി ചെയ്തിട്ടുള്ളതാണ്. ഡോക്ടറെ കണ്ട് വിവരം പറഞ്ഞിട്ടുണ്ട്. അത് പിടിക്കാനുള്ള അർഹത മൂവാറ്റുപുഴക്കാർക്കാണ്. വാർഡിലെ റോഡ് വികസനം, കുമാരമംഗലത്ത് പൊതു ശൗചാലയം, വെയിറ്റിംഗ് ഷെഡ്, കളിസ്ഥലങ്ങൾ, വാർഡിലെ എല്ലാവർക്കും വീട്, വനിതകൾക്കായി സ്വയം തൊഴിൽ പരിശീലനം തുടങ്ങി അനവധി ആവശ്യങ്ങളും പരാതികളും വോട്ടർമാർ തുറന്നാവശ്യപ്പെട്ടു. കുമാരമംഗലം കൊട്ടാരംപടി റോഡായിരുന്നു പരിപാടിക്ക് വേദിയായത്. ഇവിടെ മത്സരിക്കുന്ന 3 പാർട്ടികളിലുള്ളവരും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട്. അപ്പോൾ അവരെ ഒരുമിച്ച് ചേർത്ത് ഓരോ സ്ഥാനാർത്ഥികളുടെയും എന്തൊക്കെയാണ് അവർക്ക് ഈ വാർഡിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതേപോലെ അവരുടെ സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് നമ്മളിന്ന് മീറ്റ് ദ കാൻഡിഡേറ്റ്, സ്ഥാനാർത്ഥിക്കൊപ്പം കുറച്ചു നേരം എന്നുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ആരു ജയിച്ചാലും പുതിയ പഞ്ചായത്ത് അംഗത്തിനൊപ്പം ഭാവി പ്രവർത്തനങ്ങളിൽ നമ്മൾ അയൽക്കാർ റെസിഡൻസ് കൂട്ടായ്മ ഉണ്ടാകുമെന്ന ഭാരവാഹികൾ ഉറപ്പു നൽകിയാണ് പരിപാടി സമാപിച്ചത്. ന്യൂസ് മലയാളം, ഇടുക്കി.